വിമതർ അധികാരം പിടിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ്. അതിന് ലക്ഷ്യങ്ങൾ പലതുണ്ട്. റഷ്യയെ സിറിയയിൽ നിന്ന് ഓടിക്കുക, റഷ്യൻ സൈനിക താവളങ്ങൾ സിറിയയിൽ അടച്ചുപൂട്ടുക, മറ്റൊന്ന് ഇറാന്റെ ആയുധങ്ങൾ സിറിയയിലൂടെ ഹിസ്ബുള്ളയ്ക്ക് എത്തുന്നത് തടയുക. ഇതൊക്കെയായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. പക്ഷേ ഇപ്പോൾ പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചിരിക്കുന്നു സിറിയൻ വിമതർ പറഞ്ഞിരിക്കുന്നു റഷ്യ തങ്ങളുടെ സുഹൃത്താണെന്ന്. ഇനി എന്ത് ചെയ്യും അമേരിക്കയും ഇസ്രായേലും? മാത്രമല്ല, റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴിയേണ്ട കാര്യമില്ല എന്നും വിമതർ പറഞ്ഞിരിക്കുന്നു. ഇതോടെ പെട്ടിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ്. സിറിയ വിമതർ പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും കുറെ കാലമായി കളിക്കുന്നു. സിറിയ ഏകാധിപത്യത്തിന്റെ തീച്ചൂളയിലേക്ക് പോയപ്പോൾ അവിടെ പൊട്ടലും ചീറ്റലും ഉണ്ടാവുകയും ആഭ്യന്തര കലാപം നടക്കുകയും ചെയ്തു. ഒടുവിൽ വിമതർ സിറിയ പിടിച്ചെടുത്തപ്പോൾ റഷ്യയും ഇറാനും പുലർത്തിയ മൗനവും ശ്രദ്ധേയമാണ്. സാധാരണ സിറിയയുടെ ഔദ്യോഗിക പക്ഷത്തിനു വേണ്ടി, സിറിയൻ സർക്കാരിന് വേണ്ടി ആയുധബലവും സൈനിക ബലവും ഒക്കെ നൽകിയത് ഇറാനും റഷ്യയുമാണ്. പക്ഷെ ഇപ്പോൾ സിറിയൻ വിമതർ പിടിച്ചെടുത്തപ്പോൾ ഇറാനും റഷ്യയും അർത്ഥഗർഭമായ മൗനം അവലംബിക്കുന്നു. മാത്രമല്ല, റഷ്യയ്ക്ക് കൈകൊടുത്തിരിക്കുന്നു സിറിയൻ വിമതർ. പശ്ചിമേഷ്യയിൽ റഷ്യയുടെ സാന്നിധ്യം അമേരിക്ക ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. റഷ്യയുടെ സാന്നിധ്യം അമേരിക്കയെ നിരന്തരം അലോസരപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥിതിഗതിയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. സിറിയ ഇറാനെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രാധാന്യമുള്ള രാജ്യമാണ്. ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് സിറിയ വഴിയാണ്. മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കാനുള്ള എളുപ്പ വഴിയും സിറിയയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാനുമായും റഷ്യയുമായും സിറിയൻ വിമതർ തെറ്റുമെന്നും തങ്ങളുമായി അടുത്തു നിൽക്കുമെന്നും ഇസ്രായേലും അമേരിക്കയും തെറ്റിദ്ധരിച്ചത്. പക്ഷേ അധികാരം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ സിറിയൻ വിമതരുടെ രൂപവും ഭാവവും മാറി. അവർ കൃത്യമായി റഷ്യൻ സൈനിക താവളങ്ങൾ ഒഴിയേണ്ട എന്ന് പറയുകയും ഇറാന് അനുകൂലമായി പ്രസ്താവന ഇറക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ചുരുക്കത്തിൽ പണി പാളിയിരിക്കുന്നു അമേരിക്കയ്ക്കും ഇസ്രായേലിനും. പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന് തന്നെ പറയാം. സിറിയ പിടിച്ചെടുക്കാൻ വേണ്ടി സിറിയയുടെ വിമതരെ കൊണ്ട് സിറിയ പിടിച്ചെടുപ്പിക്കാൻ വേണ്ടി ഒരുപാട് പണം ചെലവാക്കി അമേരിക്ക. കാരണം സിറിയ പശ്ചിമേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. പല രാജ്യങ്ങളുടെയും അതിർത്തികൾ അവർ പങ്കിടുന്നുണ്ട്. പ്രത്യേകിച്ചും സിറിയ വഴിയാണ് ഇറാന്റെ സൈനിക ഓപ്പറേഷനുകൾ നടക്കുന്നത്. സിറിയയിലെ അസദ് ഭരണകൂടം ഇറാനും റഷ്യയ്ക്കും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. പക്ഷേ വിമതർ പിടിച്ചെടുത്തതോടെ ഇറാന് ആ സഹായങ്ങൾ ലഭിക്കില്ലെന്നും റഷ്യയെ സിറിയയിൽ നിന്ന് തുരത്തി ഓടിക്കാമെന്നും ഒക്കെ കരുതി അമേരിക്ക. ഇതൊക്കെ ഈ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാറുകയും ചെയ്തു. സിറിയയിൽ ആഭ്യന്തര കലാപം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ആഭ്യന്തര കലാപത്തിന്റെ തീച്ചൂളയിൽ എരിയുന്ന ഒരു രാജ്യമാണ് സിറിയ. അവിടെ അസദിന്റെ ഏകാധിപത്യം അവസാനിപ്പിക്കാൻ ജനങ്ങൾ മുന്നോട്ടിറങ്ങുകയും വിമതർക്കൊപ്പം ജനങ്ങൾ ചേരുകയും ചെയ്തപ്പോൾ സിറിയയിൽ ഭരണമാറ്റം ഉണ്ടായി. ഭരണമാറ്റമേ ഉണ്ടായിട്ടുള്ളൂ. അമേരിക്കയുടെയും ഇസ്രായേലിനോടും ഉള്ള നിലപാടുകളിൽ ഒരു മാറ്റവും സിറിയയിൽ ഉണ്ടായി.